മിൻഹയുടെ നിക്കാഹും മൈലാഞ്ചി കല്യാണവും ഇന്നാണ് നടക്കുന്നത്. നാളെയാണ് റിസപ്ഷൻ നടക്കുന്നത്. വൈകുന്നേരമാണ് നിക്കാഹ്. രാത്രിയിൽ പാട്ടും ഡാൻസും ഒക്കെയായി മൈലാഞ്ചി കല്യാണവും അരങ്ങേറും. പള്ളിയിൽ വെച്ച് നടക്കുന്ന നിക്കാഹിന്റെ ചടങ്ങിൽ വധൂവരന്മാരുടെ അടുത്ത ബന്ധുക്കൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. പള്ളിയിൽ വെച്ച് നടക്കുന്ന വൈകുന്നേരത്തെ ചടങ്ങിൽ ആദിക്കും ശ്യാമിനും ഒന്നും പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നതുകൊണ്ട് അവരാരും അവളുടെ വീട്ടിലേക്ക് പോയില്ലായിരുന്നുവെങ്കിലും പ്രിയയും പൂജയും നയനയും രാവിലെ തന്നെ എത്തിയിരുന്നു. ഉച്ചയ്ക്ക് 2 മണി നേരത്താണ് ആദിയുടെ ഫോണിലേക്ക് പ്രിയയുടെ കോൾ വരുന്നത്. ആദി ഉറക്കച്ചടവോടെ കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്താ ബട്ടർഫ്ലൈ, ഞാൻ ഉറങ്ങുമായിരുന്നില്ലേ? നീ എന്തിനാ എന്നെ ഈ നേരത്തെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ? ചോടാ, മോൻ ചാച്ചുവായിരുന്നോ? അറിഞ്ഞില്ല. അല്ല, നിന്റെ കൂട്ടുകാരൻ ആ കള്ളക്കാമുകൻ നാട്ടിലുണ്ടോ അതോ പോയോ? ആര്, ഷെബിയോ? ലവൻ തന്നെ. പോവാനിരുന്നതാ. നാളത്തെ കല്യാണം കൂടിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ഞങ്ങൾ പിടിച്ചു വെച്ചു. എല്ലാം നേരിൽ കാണട്ടെ. ആദ്യ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. നന്നായി. അല്ല, പുള്ളിക്കാരൻ ഇപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും? പ്രിയ ചോദിച്ചു. മിക്കവാറും അവനും ഉറങ്ങുമായിരിക്കും. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അവന് കുംഭകർണന്റെ റോൾ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. ഹോ, നിങ്ങൾ കൂട്ടുകാർ മൊത്തം ഈ നേരത്തെ ഉറങ്ങിക്കോളാന്ന് വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? ശ്യാമേട്ടൻ അവിടെ ഉറക്കത്തിലാണെന്ന്. ഇനി ഒരെണ്ണം ഉണ്ടല്ലോ, ആളും ഉറങ്ങുമായിരിക്കോ? തീർച്ചയായും അവർ 2 പേരും ഉറക്കത്തിലായിരിക്കും. 2 പേരോ? അവനും അവൻ്റെ ഭാര്യയും. അല്ലാതെ നിന്നെ പോലെ കൂട്ടുകാരുടെ കല്യാണം എന്ന് പറഞ്ഞു ഭർത്താവിനെ ശ്രദ്ധിക്കാതെ നടക്കുവാണോ? എത്ര ദിവസമായി നീ ഊര് തെണ്ടാൻ തുടങ്ങിയിട്ട്? അല്ല, നീ ഉറക്കത്തിൻ്റെ കണക്കെടുക്കാൻ വേണ്ടിയാണോ ഉറങ്ങുന്ന എന്നെ വിളിച്ചുണർത്തിയേ? വെച്ചിട്ട് പോടി. ദേ ആദി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതാ. സത്യം? എപ്പോഴായിരുന്നു തലകറങ്ങി വീണത്? ഡോക്ടറെ കണ്ടോ? അല്ലെങ്കിൽ നീ ഒരു ഡോക്ടർ ആണല്ലോ, അപ്പോൾ പിന്നെ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ലല്ലോ. കൺഫേം ആണല്ലോ അല്ലേ? എനിക്ക് വയ്യ. ആദി പ്രത്യേക താളത്തിൽ പറഞ്ഞു. നിനക്കെന്താ ആദി, വട്ടായോ? ഇതെന്താ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? നീയല്ലേ പറഞ്ഞത് സന്തോഷ വാർത്തയുണ്ടെന്ന്? അപ്പോൾ ഞാൻ കരുതി എൻ്റെ പ്രൊഡക്റ്റ് ലാൻഡ് ചെയ്യാൻ സമയമായെന്നുള്ള സൂചനയാണെന്ന്. നീ കാത്തിരുന്നു, ഇപ്പം ലാൻഡ് ചെയ്യും. പോടാ. ഇതൊന്നുമല്ല, മിൻഹയുടെ കല്യാണം മുടങ്ങി. പ്രിയ സന്തോഷത്തോടെ പറഞ്ഞു. എടി ദുഷ്ടേ, നീ ഇത്തരക്കാരാണെന്ന് അറിഞ്ഞില്ല. കൂട്ടുകാരുടെ കല്യാണം മുടങ്ങിയതിന് സന്തോഷിക്കുന്നു. പോയി ആ കുട്ടിയെ സമാധാനിപ്പിക്കു കുട്ടി. കഴിഞ്ഞു നിന്റെ നിലവാരമില്ലാത്ത കോമഡി പറച്ചിൽ? കഴിഞ്ഞു. എൻ്റെ ആദ്യം ഞാൻ പറയുന്നത് മുഴുവനും കേൾക്ക്. ഇന്ന് വൈകുന്നേരം 5 മണിക്കായിരുന്നു അവരുടെ നിക്കാഹ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിനു മുൻപേ പയ്യൻ മറ്റൊരുത്തിയെ കെട്ടി. പുള്ളിക്ക് വേറൊരു പ്രണയം ഉണ്ടായിരുന്നു. ആള് ഉപ്പയെ പേടിച്ച് മിൻഹയുമായുള്ള കല്യാണത്തിന് സമ്മതം മൂളിയതാണത്രേ. ബെസ്റ്റ്. നല്ല പോലീസുകാരൻ. ഇയാൾ എങ്ങനെ പോലീസായോന്തോ. സ്വന്തമായി തീരുമാനമില്ലാത്ത തെണ്ടി. അതിനൊക്കെ എന്നെ കണ്ട് പഠിക്കണം. ഒന്ന് നിർത്തൂ ആദി. നിന്റെ വീരസാഹസിക കഥ പറയാനുള്ള അവസരം ഞാൻ നിനക്ക് എപ്പോഴേലും തരാം. ഇപ്പം ഞാനിതൊന്ന് മുഴുവനാക്കിക്കോട്ടെ? ഓക്കെ മാഡം, യു ക്യാൻ പ്രൊസീഡ്. അത് പിന്നെ ആ പുള്ളിക്ക് വേറെ അഫയർ ഉണ്ടായത് കൊണ്ടാണ് ആള് മിൻഹയോട് താല്പര്യമില്ലായ്മ കാണിച്ചത്. ഇന്നലെ രാത്രി പുള്ളിയുടെ ലവർ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു അത്രേ. ഓ, സോ സാഡ്. എന്നിട്ട്? ആദി പ്രത്യേക താളത്തിൽ ചോദിച്ചു. എന്നിട്ടെന്താ, മരിച്ചില്ല, ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ആളുടെ ലവർ മറ്റാരും അല്ലായിരുന്നു, പുള്ളിയുടെ മാമൻ്റെ മോളായിരുന്നു. അങ്ങനെ വീട്ടിൽ മൊത്തം സീനായി. അവസാനം പുള്ളി അവളെ അങ്ങ് കെട്ടി. വെരി നൈസ്. എന്നിട്ട് ഇപ്പം മിൻഹയുടെ വീട്ടിലെ സിറ്റുവേഷൻ എങ്ങനെയാ? മൊത്തം ശോകമാണോ? അപ്പോൾ ഞാനവിടെ വന്നിട്ട് ശോകഗാനാണോ ആലപിക്കേണ്ടേ? എൻ്റെ ആദ്യം മുഴുവനും ഒന്ന് പറഞ്ഞോട്ടെ. ഇക്കാര്യം അറിഞ്ഞ മിന്നുവിൻ്റെ വാപ്പിയും ഇക്കാക്കമാരും ആകെ കലിപ്പിലായി. ഇന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ച സമയത്ത് അവളുടെ നിക്കാഹ് മറ്റൊരുത്തനായി നടത്തുമെന്ന് വാപ്പിക്ക് ഒരേ ഒരു വാശി. ചെക്കന് വേണ്ടിയുള്ള അന്വേഷണം എത്തി നിന്നത് അവളുടെ കസിനിലേക്കും. പക്ഷേ എടുത്തടിച്ച പോലെ പുള്ളിക്കാരൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം ആ പുള്ളി ഓൾറെഡി ബുക്ക്ഡാണ്. എന്തൊരു കസിനാലേ, തീരെ മനസ്സാക്ഷിയില്ല. ഞാനായിരുന്നേൽ ഇത്തരം സിറ്റുവേഷനിൽ ബുക്കിംഗ് ഒക്കെ മറന്ന് മുറപ്പണ്ടിന് ഒരു ജീവിതം കൊടുത്തേനെ. ആദ്യം നിനക്ക് കോമഡി പറയാനുള്ള സമയമല്ല ഇത്. അല്ലേലും നീ അങ്ങനെയല്ലേ ചെയ്യുള്ളൂന്നേ എനിക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് ഇനി മിണ്ടിയാൽ മതി, കേട്ടല്ലോ? ഓ അടിയൻ. പ്രിയ തുടർന്നു. ആ സമയത്താണ് പന്ത് ഞങ്ങളുടെ കോർട്ടിലേക്ക് വീഴുന്നത്. ഞാൻ അജൂക്കാടെ ഷെബിക്കാൻ്റെ കാര്യം സൂചിപ്പിച്ചു. പക്ഷെ പുള്ളി സിനിമാ ഫീൽഡിലാണെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ലായ്മ. അല്ലെങ്കിലും അതുപോലുള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. സിനിമക്കാരൻ കണക്കാ, പാട്ടുകാരൻ കണക്കാ. പ്രിയ ചെറുതായി ആദിക്കിട്ടൊന്ന് കൊട്ടി.
നീ ഇങ്ങനെ കുത്തിപ്പറയാതെ മാറ്ററിലേക്ക് വാ എൻ്റെ ബട്ടർഫ്ലൈ. ഷെബിക്ക ഈ ഫീൽഡിൽ ആദ്യമാണെന്നും അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ലെന്നും അവളെ ഷെബിക്കാക്ക് ജീവൻ്റെ ജീവനാണെന്നും അവൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുവാണെന്നും ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് എൻ്റെ വകയും കൂടി കൂട്ടിച്ചേർത്തേ സംഭവം അങ്ങ് പൊലിപ്പിച്ച് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഉന്നക്കായ എന്ത് മറുപടി പറഞ്ഞു? ആദി ചോദിച്ചു. ഉന്നക്കായ അല്ലാതെ മുന്നക്ക. എന്തേലും ആവട്ടെ, എന്തായാലും ഒരു കാ ഉണ്ടല്ലോ. നീ കാര്യം പറ. ഇനി പറയാനൊന്നുമില്ല. ആർക്കും ഒരു എതിർപ്പും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഷെബിക്കയുടെ വീട്ടിലേക്ക് പുറപ്പെടാനിരിക്കുക. ഷാണോ, എന്നിട്ടാണോ നീ ഇങ്ങനെ കഥ പറഞ്ഞ് രസിച്ചത്? നീ വെച്ചിട്ട് പോയേ. അവരെത്തുന്നതിന് മുൻപ് ഞാൻ അങ്ങോട്ട് ചെന്ന് അവനെ ഒന്ന് എഴുന്നേൽപ്പിക്കട്ടെ. ആദി ആദി നീ പോയോ? പോയി നീ വെച്ചോ. അത്രയും പറഞ്ഞ് ആദി കോളം അവസാനിപ്പിച്ചു ഡ്രസ്സ് മാറി ഷെബിയുടെ വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടായിരുന്നു. കൂടെ ഫോൺ വിളിച്ച് ഗോകുലിനെയും ശ്യാമിനെയും വിളിച്ചുണർത്താനും അവൻ മറന്നില്ല. അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു. മിന്നുവിൻ്റെ ബാപ്പയും ഇക്കാക്കയും ഷെബിയുടെ വീട്ടിൽ വന്നു. ആ സമയം കൊണ്ട് ആദ്യം തൻ്റെ റോൾ ഭംഗിയായി ചെയ്തിരുന്നു. അതുകൊണ്ട് ഷെബിയുടെ ഉപ്പാക്ക് സമ്മതം മൂളാൻ കൂടുതൽ സമയം വേണ്ടി വന്നില്ല. മിൻഹയുടെ ഫാമിലിയുടെ അത്രയും വരില്ലെങ്കിലും ഷെബിയുടെ ഉപ്പായും അത്യാവശ്യം കാശൊക്കെയുള്ള ഒരു കൊച്ചു പണക്കാരനായിരുന്നു. അങ്ങനെ നിക്കാഹിന് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പൊട്ടന് ലോട്ടറി അടിച്ച ഫീലായിരുന്നു ഷെബിക്ക്. സന്തോഷം കൊണ്ട് ഷെബിയുടെ കണ്ണ് നിറഞ്ഞു. അവൻ ആദ്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു താങ്ക്സ് പറഞ്ഞു. അയ്യേ, എന്തുവാടേ ഇത്? ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം എൻ്റെ പെണ്ണുമ്പിള്ളക്ക. അവളാ നിന്നെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞങ്ങ് പൊക്കി വെച്ചത്. എന്നാ നീ ഉമ്മ അവളുടെ കവിളങ്ങ് കൊടുത്തേച്ചാൽ മതി. അയ്യടാ, അവൾക്കിപ്പോൾ നിൻ്റെ ഉമ്മ വേണം. അവൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഞാൻ ഉമ്മ കൊടുക്കുന്നുണ്ട്. നീ നിൻ്റെ പെണ്ണിന് കൊടുത്താൽ മതി. നിൻ്റെ പെണ്ണ്. ആദ്യം ആ പറഞ്ഞത് കേട്ടതും ഷെബിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ കണ്ണിൽ തട്ടമിട്ട സുന്ദരിയുടെ മുഖം തെളിഞ്ഞു വന്നു. അവൻ്റെ മാത്രം പെണ്ണ്. അവളുടെ ശബ്ദം കേൾക്കാൻ അന്നേരം അവൻ ആശിച്ചു പോയി. പക്ഷേ നേരിൽ കാണുന്ന ഫീൽ അത് ഫോണിൽ കിട്ടില്ലല്ലോ. അതുകൊണ്ട് നാളെ ഹാളിൽ വെച്ച് നേരിൽ കാണാമെന്ന് കരുതി ആ ആഗ്രഹം അവൻ അടക്കി പിടിച്ചു വെച്ചു. എടാ ഷെബി, നിനക്കുള്ള നിക്കാഹ് കോസ്റ്റ്യൂം കൊണ്ടേ നമ്മുടെ പിള്ളേരിപ്പം എങ്ങെത്തും. എന്നിട്ട് പെട്ടെന്ന് റെഡിയാവാൻ നോക്കുക, സമയം പോകുന്നു. ആദ്യം ഷെബിയോടെന്ന പോലെ പറഞ്ഞു. പിന്നെ ഇത്ര പെട്ടെന്നോ? എനിക്ക് താടിയോ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. എന്തായാലും ഞാനൊരു സ്റ്റെപ്പ് ഗ്രൂമാണല്ലോ. എന്നെ കണ്ട ആൾക്കാർ പറയണം ഒറിജിനലേക്കാളും അടിപൊളി സ്റ്റെപ്പാണെന്ന്. അല്ലെങ്കിലും നിങ്ങളെപ്പോലെ മുഹൂർത്തം തെറ്റാൻ പാടില്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ലല്ലോ. എനിക്ക് വേണ്ടി അവരിത്തിരി വെയിറ്റ് ചെയ്യട്ടെ. അല്ലെങ്കിലും ചുളിവിൽ കിട്ടിയ ചെറുക്കനല്ലേ, ഇത്തിരി വെയിറ്റ് ഇട്ട് നിന്നേക്കാം. ഷെബി ജാട ഒട്ടും കുറച്ചില്ല. പറട്ടെ, കൂടുതൽ ജാട ഇറക്കല്ലേ. മനുഷ്യനിവിടെ കഷ്ടപ്പെട്ട് എല്ലാം സെറ്റാക്കിയപ്പോൾ അവൻ്റെ ഒടുക്കത്തെ പട്ടിഷോ. ഇങ്ങനെയാണല്ലേ ഞാൻ പോയി അവളുടെ വാപ്പയോട് പറയൂട്ടോ. എന്ത് പറയൂന്ന്? നിനക്ക് വേറെ ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന്. പോടാ പട്ടി. ഷെബി ആദ്യം കണ്ണുരുട്ടി നോക്കി. നീ പോടാ പട്ടി. താടിയും മുടി വളർത്തി നിരാശാ കാമുകന് ലുക്കുണ്ടാക്കിയെടുക്കാൻ നോക്കിയതല്ലേ, സഹിച്ചോ. പെട്ടെന്ന് വന്നേക്കണം, ആദ്യം വിട്ടില്ല. പ്ലീസ് ഡാ, ഇന്ന് എൻ്റെ ഡേ അല്ലേ, ഞാനൊന്ന് ഷൈൻ ചെയ്യട്ടെടാ. നീ ഒന്ന് സഹകരിക്കേ, ഷെബി കെഞ്ചി പറഞ്ഞു. ആദ്യം ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവിടെ നിറങ്ങി. ഷെബിയുടെയും മിൻഹയുടെയും നിക്കാഹ് ചടങ്ങ് കഴിഞ്ഞതോടെ ഷെബി അവൻ്റെ പറയാൻ മറന്നുപോയ പ്രണയത്തെ എന്നേക്കുമായി അവൻ്റേത് മാത്രമാക്കി മാറ്റി. പെട്ടെന്നുള്ള മാരേജ് ആയതുകൊണ്ട് ഷെബിയുടെ വീട്ടിൽ ചടങ്ങൊന്നുമില്ലായിരുന്നു. നാളെ ഹാളിലേക്ക് അടുത്ത ബന്ധുക്കൾ മാത്രം എത്തും, അത്രയേ ഉള്ളൂ. എന്നാൽ മിൻഹയുടെ വീട്ടിൽ ഡാൻസും പാട്ടും ഒക്കെയായി പരിപാടി ജോറായി നടക്കുന്നുണ്ട്. ആദിക്കും ശ്യാമിനും ഗോകുലിനും സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. വിവാഹവേദിയെ കോരിത്തരിപ്പിച്ചുകൊണ്ട് ആദിയുടെ ഗാനമേളയും അരങ്ങേറി. ഇവിടെ ഗാനമേള നടക്കുമ്പോൾ അവിടെ ഷെബി മിന്നുവിനെയും കിനാവ് കണ്ട് തലയണയെ പുണർന്ന് കിടക്കുവാണ്. എല്ലാവരോടും ചിരിച്ചും കളിച്ചും നടക്കുന്നുണ്ടെങ്കിലും മിൻഹയ്ക്ക് ഷെബിയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ കൺമുന്നിൽ കാണുന്നത് അവൻ്റെ വാടിയ മുഖവും നിറഞ്ഞ കണ്ണുകളും മാത്രമായിരുന്നു. എങ്ങനെയും അവനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നായിരുന്നു അവൾക്ക്. നേരത്തെ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചിട്ടും എടുത്തതുമില്ല. അവൻ തന്നെ കളിപ്പിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ദുഷ്ടൻ, അവൾ മനസ്സിൽ പറഞ്ഞു. വരനു വധുവിൻ്റെ വീട്ടിൽ ഇന്ന് പ്രവേശനമില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഷെബി എങ്ങനെയും വന്നേനെ. അങ്ങനെ നാളത്തെ മനോഹരമായി പുലരിക്കായി ഇരുവരും കാത്തിരുന്നു. ക്ലൗഡ് ക്രീം മെഡാലിയൻ പാറ്റേണിലുള്ള ഷെർവാണിയും അണിഞ്ഞ് അതിസുന്ദരനായി തൻ്റെ പ്രിയതമയുടെ വരവും പ്രതീക്ഷിച്ചു അക്ഷമനായി കാത്തു നിൽക്കുകയാണ് ഷെബി. അവൻ സ്റ്റേജിൽ പോസ്റ്റാവാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിരിക്കുന്നു. ഫ്രണ്ട്സ് ആണെങ്കിൽ അവൻ്റെ കാട്ടിക്കൂട്ടലുകളൊക്കെ ആസ്വദിച്ചു. സ്റ്റേജിൻ്റെ താഴെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. പെട്ടെന്നാണ് ബ്രൈഡിൻ്റെ എൻട്രി നടക്കാൻ പോകുന്നു എന്നുള്ള അനൗൺസ് വരുന്നത്. ഷെബിയുടെ കണ്ണുകൾ നേരെ മുന്നിലേക്ക് നീണ്ടു. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പാൽക്കിയുടെ കീഴിലായി അവളുടെ കസിൻസിനൊപ്പം മന്ദം മന്ദം നടന്നു വരുന്ന മണവാട്ടിപ്പെണ്ണ്.
മാസ് എൻട്രി ആയിരുന്നു കേട്ടോ അത്. ബെറി റെഡ് കളറിലുള്ള എംബ്രോയ്ഡറി ലെഹങ്ക അണിഞ്ഞു, മിതമായ ആഭരണങ്ങൾ അണിഞ്ഞു അതിസുന്ദരിയായിട്ടായിരുന്നു അവളുടെ വരവ്. ചുവപ്പ് നിറവും ഓറഞ്ച് നിറവും സംയോജിച്ച ഒരു ആഡംബര ബ്രൈഡൽ ലെഹങ്ക. പാവാടയിൽ ഇമ്പീരിയൽ, പേസ്ലി, മെഡാലിയൻ പാറ്റേണുകൾ എന്നീ പാനലുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഒപ്പം കനത്തിൽ അലങ്കരിച്ച ബോർഡറുകളും. ഡബിൾ ദുപ്പട്ട വരുന്ന ലെഹങ്കയായിരുന്നു അത്. ആകർഷകമായ ഓറഞ്ച് നിറത്തിലുള്ള ഷീർ ദുപ്പട്ട മനോഹരമായി ചുറ്റിയ ഹിജാബിന് മുകളിലായി ഭംഗിയിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. വൈരുദ്ധ്യമുള്ള ആഡംബര വെൽവെറ്റ് ചുവന്ന ദുപ്പട്ട ഉപയോഗിച്ച് മുൻവശം കവർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു റോയൽ ലുക്ക്. അവൾ സ്റ്റേജിനരികിൽ എത്തിയ നിമിഷം ഷെബിയുടെ വലത് കൈ അവൾക്ക് നേരെ നീണ്ടതും വിടർന്ന കണ്ണാലെ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ തൻ്റെ വലത് കൈ അവൻ്റെ കൈയുമായി ചേർത്ത് വച്ചതും അവൻ അവളെ സ്റ്റേജിലേക്ക് പിടിച്ചു കയറ്റിയിരുന്നു. അന്നേരം ഇരുവരും ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് ചുറ്റുള്ളതൊക്കെയും വിസ്മരിച്ചു പോയിരുന്നു. നഷ്ടപ്പെട്ടു പോയ മാണിക്യം തിരികെ കിട്ടിയ ഫീലായിരുന്നു അവന്. ആ നിമിഷത്തെ ഒരു ഫീൽ അതവൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയാതെ വന്നതുകൊണ്ടാവാം ആ നിമിഷം അവൻ്റെ കണ്ണ് നിറഞ്ഞത്. അത് കണ്ടതും മിന്നുവിന് ചിരിയും കരച്ചിലും ഒരുമിച്ച് വന്നു. യാന്ത്രികമായി അവൾ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തതും അവൻ മറ്റെല്ലാം മറന്ന് അവളെ ഇറുകെ പുണർന്നിരുന്നു. അവളുടെ നെറുകയിലും ഇരു കവളിലും ചുംബിച്ചുകൊണ്ട് അവൻ അവളെ വീണ്ടും പുണർന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് വായു പൊളിച്ചു നിൽക്കുവാണ് നമ്മുടെ പിള്ളേര്. എടാ, എന്തുവാടെ ഈ രണ്ടും കൂടി കാട്ടിക്കൂട്ടുന്നേ? ഇവൻ ഇങ്ങനെ ഉമ്മച്ചനാവുന്നേ ഞാൻ കരുതിയിരുന്നില്ല. അതൊക്കെ പോട്ടെ, കെട്ടിപ്പിടുത്തം നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. രണ്ടും ഇപ്പോൾ കിളിപ്പോയ അവസ്ഥയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ അവരുടെ മണിയറയാണെന്ന് കരുതി വേറെ വല്ലതും കാട്ടിക്കൂട്ടു എന്നാണ് എൻ്റെ പേടി. അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ ചെയ്യടാ. ഇല്ല, രണ്ടും അങ്ങനെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. ഗോകുൽ ഓരോന്ന് പറയുന്നുണ്ട്. അതിന് നിനക്കെന്താടാ? പാവങ്ങൾ അങ്ങ് സ്നേഹിച്ച് രസിക്കട്ടെന്ന്. നമുക്കിവിടെ നിന്നേ കണ്ട് രസിക്കാം. ആദ്യം ആ പറഞ്ഞതും പ്രിയ അവൻ്റെ കയ്യിലേക്കൊന്ന് പിച്ചി. നീ എന്താടി എന്നെ പിച്ചി രസിക്കുവാണോ? ആദ്യം അവളെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു. എടാ, ആ മിൻഹ ഇപ്പം അവൻ്റെ ചെവിയിൽ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഷെബിക്ക, IW എന്നായിരിക്കും. ശ്യാമിൻ്റെ ചോദ്യം കേട്ടതും ഗോകുൽ മറുപടി പറഞ്ഞു. പിന്നെ അതൊന്നുമല്ല, ഡാത്തേൻ്റെ ഒന്ന് പതുക്കെ കെട്ടിപ്പിടിക്കടാ, എനിക്ക് ശ്വാസം മുട്ടുന്നു. ഇങ്ങനെ കരഞ്ഞു മെഴുകി എൻ്റെ മേക്കപ്പ് കളയാതെടാ എന്നൊക്കെ ആയിരിക്കും. അത് വളരെ കറക്റ്റാണ്. അവൾ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഗോകുൽ പ്രത്യേക താളത്തിൽ പറഞ്ഞു. ഒടുവിൽ ഷെബിയും മിൻഹയും അകന്നു മാറി. ഷെബി മിൻഹയുടെ കഴുത്തിൽ മഹർ അണിയിച്ചു. ആ നിമിഷം ഇരുവരും പ്രണയം കലർന്നൊരു നോട്ടം കൈമാറി. പിന്നീട് വധൂവരന്മാരുടെ വീട്ടുകാരും കുടുംബക്കാരും സ്റ്റേജിൽ അണിനിരന്നു. അവരുടെ ചടങ്ങും ഫോട്ടോ എടുപ്പും കഴിഞ്ഞിട്ട് തങ്ങൾക്ക് പോവാന്ന് കരുതി ഇവർ ഫ്രണ്ട്സ് എല്ലാവരും വട്ടത്തിൽ കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. എൻ്റെ നയന, നിൻ്റെ ഫ്രണ്ട്സൊക്കെയും മിങ്കിളായിട്ടും നീ എന്താ ഇപ്പോഴും സിംഗിളായി നടക്കുന്നത്? പെട്ടെന്നൊരു ചെറുക്കനെ കണ്ടെത്തി അങ്ങ് കെട്ടുകുട്ടി. ആദിയുടെ ചോദ്യം കേട്ട് നയന ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്താ നയന, ചിരിക്കത്ര പവർ പോരല്ലോ. സംതിങ് ഫിഷി. നീ ഇനി നിരാശാകാമുകയാണോ? ഇനി നിൻ്റെയും പറയാൻ മറന്ന പ്രണയാണോ? ആദിക്ക് വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. ഇത് പറയാൻ മറന്നതൊന്നല്ലെന്ന് പറഞ്ഞിട്ടും മൈൻഡ് ചെയ്യാത്തതാണ്. പ്രിയ നയനയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആണോ? അത് വലിയ കഷ്ടമായിപ്പോയി. അല്ല, ആരാണ് ആള്? പറ, ഈ ഏട്ടനോട് പറ. ആരായാലും ശരി, ഞാൻ നടത്തി തരും നിങ്ങളുടെ വിവാഹം. അങ്ങ് പറഞ്ഞു കൊടുക്കും നയന മോളെ. ചേട്ടൻ ഉറപ്പ് തന്നതല്ലേ, പിന്നെന്താ? ആദിയുടെ പറച്ചിൽ കേട്ട് പ്രിയ നയനയോട് പറഞ്ഞു. പറയട്ടെ, നടത്തി തരുമല്ലോ, ഉറപ്പാണല്ലോ. നയന ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു. നീ ധൈര്യമായി പറഞ്ഞോന്നേ. മനുവേട്ടൻ. ആ പേര് കേട്ടതും ആദിയുടെ മുഖഭാവം പെട്ടെന്ന് മാറി. എന്തു പറ്റി ചേട്ടാ, നടത്തി കൊടുക്കുന്നില്ലേ? പ്രിയ ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു. ഈ മനുവേട്ടൻ എന്ന് പറയുമ്പോൾ ആദി സംശയത്തോടെ ചോദിച്ചു. ആ, അതെന്നെ, നിന്റെ ശത്രു. നിനക്ക് വേറെ ആരെങ്കിലും കിട്ടിയില്ലേ പ്രേമിക്കാൻ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. കാരണം കട്ടത്താടിയും ജിംബോളിയൊക്കെ ആയി അവനൊടുക്കത്തെ ലുക്കാണല്ലോ. പക്ഷെ ഇക്കാര്യത്തിൽ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ ആം റിയലി സോറി നയന. ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല, നീ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. എല്ലാം മായ്ച്ചു കളഞ്ഞേക്ക് എന്നും പറഞ്ഞ ആദി ഗോകുലിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. എടാ ഗോകു, നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? എന്ത് പറഞ്ഞെന്ന്? ഞാനൊന്നും പറഞ്ഞില്ല. ഗോകുൽ അവൻ്റെ പെണ്ണുമ്പിള്ളയൊത്ത് കിന്നാരം പറഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു ആദിയുടെ ചോദ്യം.
ഇല്ല, ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ആദ്യം ശ്യാമിന് നേരെ തിരിഞ്ഞപ്പോൾ അവിടെയും റൊമാൻസ്. ഛേ, ഇവന്മാർ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത്, അല്ലാതെ ഒരാൾ വീട്ടിലേക്കും മറ്റൊരാൾ കാട്ടിലേക്കും അല്ലല്ലോ എന്നും പറഞ്ഞ് വീണ്ടും പ്രിയക്കും നയനയ്ക്കും നേരെ തിരിഞ്ഞു. ആദി, നിനക്കവരെ ഒന്നിപ്പിക്കാൻ പറ്റില്ലെങ്കിലേ പറഞ്ഞാൽ പോരെ. ഞാൻ എന്തായാലും മനുവേട്ടനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, പ്രിയ ആദ്യോടെന്ന പോലെ പറഞ്ഞു. ഓ പിന്നെ, ഇന്നലെ അബദ്ധവശാലും ഒരു കല്യാണം സെറ്റായി എന്ന് കരുതി ഇനിയും ഇങ്ങനെ ആവുമെന്നാണ് നിന്റെ കണക്കൂട്ടൽ? ഇതും പറഞ്ഞ് നീ അവൻ്റെ മുന്നിൽ ചെന്നാ അവൻ നിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റും. ആദ്യ പ്രിയക്ക് നേരെ പുച്ഛം വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഫോൺ നമ്പറും വാങ്ങിച്ചിരുന്നു. ഇപ്പം ഞങ്ങളെ ഇടയ്ക്കിടെ ചാറ്റ് ചെയ്യാറുണ്ട്. ഓഹോ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ല, ഇങ്ങനെ മാരേജ് ബ്യൂറോ തുടങ്ങാൻ വേണ്ടിയാണോ നീ ലണ്ടനിൽ പോയി മെഡിസിൻ പഠിച്ചേ? ഞാൻ പോയതല്ലല്ലോ, നിങ്ങളെല്ലാവരും കൂടി എന്നെ പറഞ്ഞു വിട്ടതല്ലേ? അതെ, പറഞ്ഞു വിട്ടതാണ്. അതിലെന്താ ഇപ്പോൾ കുഴപ്പം? ഇപ്പോൾ പഠിപ്പും കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് PG ചെയ്യാനുള്ള പ്രിപ്പറേഷൻ നടത്തിക്കോ. ഓ ശരി രാജാവേ, അതിനു മുൻപേ ഇവളുടെ കല്യാണക്കൂടി ഞങ്ങൾക്ക് അടിച്ച് പൊളിക്കണം, അത് കഴിഞ്ഞ് നോക്കാം എന്നും പറഞ്ഞ് പ്രിയ നയനയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. സ്റ്റേജ് ഒന്ന് ഫ്രീ ആയി എന്ന് തോന്നിയപ്പോഴാണ് നമ്മുടെ ചെക്കന്മാരും പിള്ളേരും സ്റ്റേജിൽ കയറിയത്. പിന്നെ അവിടെ ആഘോഷങ്ങളുടെ പെരുമഴയായിരുന്നു. ഫോട്ടോ എടുപ്പും കേക്ക് കട്ടിങ്ങും ഡാൻസും പാട്ടും ഷെബിക്കുള്ള പണി കൊടുക്കലും ഒക്കെയായി വേദിയെ എല്ലാം കൂടി ഇളക്കി മറിച്ചു. ഷെബിയെ കൊണ്ട് മിൻഹയെ പ്രപ്പോസ് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു അവന് കൊടുത്ത ടാസ്ക്. കിട്ടിയ അവസരം അവൻ മാക്സിമം ഉപയോഗിക്കുകയും ചെയ്തു. അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് അവൾക്ക് നേരെ ചുവന്ന റോസാപ്പൂക്കൾ നീട്ടിക്കൊണ്ട് പറയാൻ മറന്നുപോയ അവൻ്റെ പ്രണയം അവൾക്ക് മുന്നിൽ അവൻ തുറന്നു കാട്ടി. കൂടെ അവളുടെ വിരലിൽ മോതിരമണിയിച്ചു, അവിടം ചുണ്ട് ചേർത്തു. ആ നിമിഷം മിന്നുവിൻ്റെ മുഖത്തെ നാണം കണ്ട് പൂജയും പ്രിയയും നയനയും അവളെ അങ്ങ് കളിയാക്കി കൊന്നു. പിന്നീട് എല്ലാവരും കൂടി അവനെക്കൊണ്ട് ഒരു ഫ്രഞ്ചടിപ്പിക്കാനാവതും നോക്കിയെങ്കിലും ഇപ്പം തന്നെ നല്ല ഓവറായെന്ന് അറിയാവുന്നത് കൊണ്ട് ഷെബി ആ പണിക്ക് നിന്നില്ല. വൈകുന്നേരം വരെ ആഘോഷം നീണ്ടു നിന്നു. അതിനുശേഷം ചെക്കനും പെണ്ണും ചെക്കൻ്റെ വീട്ടിലേക്ക് യാത്ര ആയപ്പോൾ ബാക്കിയുള്ളവർ അവരവരുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഏറെ നാളത്തെ അലച്ചിലായതിനാൽ പെൺപിള്ളേരെ ഫുൾ ടയേർഡായിരുന്നു. പെണ്ണും ചെറുക്കനും ഹാളിൽ നിന്നും നേരെ പോയത് ചെറുക്കൻ്റെ വീട്ടിലേക്കായിരുന്നുവെങ്കിലും രാത്രി ആയപ്പോൾ ഇരുവരും പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെയായിരുന്നു അവരുടെ ആദ്യ രാത്രി. രാത്രി 9 മണി ആയതും ഷെബിയും മിൻഹയും മിൻഹയുടെ വീട്ടിലേക്ക് എത്തിയതും അവിടെ നിൽക്കുന്ന തൻ്റെ 3 ഫ്രണ്ട്സ് തെണ്ടികളെ കണ്ട് ഷെബിയുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. അവരുടെ ഈ വരവിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശം കൂടി ഉണ്ടായിരിക്കുമെന്ന് ഷെബിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവനും മിൻഹയും ഇത്രയും നേരം വീട്ടിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ മിൻഹയോടൊന്ന് സംസാരിക്കാനുള്ള അവസരം പോലും ഇല്ലായിരുന്നു. അപ്രതീക്ഷിത കല്യാണം അറിഞ്ഞെത്തിയ കുടുംബക്കാർ എല്ലാം കൂടി മിൻഹയുമായുള്ള വട്ടമേശ സമ്മേളനം നടത്തുകയായിരുന്നു. അതിൻ്റെ ബാക്കി ഇവിടെ നടത്തുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും ഇപ്പം എല്ലാം കൂടി കെട്ടിയെടുത്തത്, ഷെബി മനസ്സിൽ പറഞ്ഞുപോയി. ഭക്ഷണമൊക്കെയും കഴിഞ്ഞു പോലീസ് അളിയനോടും ജിമ്മൻ അളിയനോടും സംസാരിച്ചെന്ന് വരുത്തി ഷെബി എങ്ങനെയും അവിടെ നിന്ന് തടി തപ്പി മുറിയിലേക്ക് ചെന്നതും അവൻ്റെ കൂട്ടുകാർ മണിയറ ഒരുക്കുന്ന തിരക്കിലാണ്. ബെഡിൽ ചുവന്ന റോസാ ഇതളുകൾ കൊണ്ട് ഹാർട്ട് ഷേപ്പിൽ അലങ്കരിച്ചിട്ടുണ്ട്. അതിനകത്ത് SM എന്ന ലെറ്ററും ഉണ്ട്. അതിൻ്റെ കൂടെ ഫ്രഷ് ഫ്ലവേഴ്സും ഉണ്ട് അവിടെ അവിടെയായി ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ കാൻഡിൽ ലൈറ്റ്സും തെളിയിച്ചിട്ടുണ്ടായിരുന്നു. പാവങ്ങൾ, ഇവരെയാണോ ഞാൻ തെറ്റിദ്ധരിച്ചത്? അതും മനസ്സിൽ പറഞ്ഞു മുറിയിലേക്ക് വന്ന ഷെബിയെ എല്ലാം കൂടി പിടിച്ചിരുത്തി കാര്യമായ ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുപ്പ് 1 മണിക്കൂറിലേറെ നീണ്ടതും ഷെബിയുടെ മുഖഭാവം മാറിത്തുടങ്ങി. 1 മണിക്കൂറിനുള്ളിൽ നേരത്തെ പറഞ്ഞ പാവങ്ങൾ ഇപ്പോൾ പരട്ടകളും തെണ്ടുകളുമായി മാറി. പരട്ടകളെ ഒന്ന് പോയി തരുമോ? ഷെബി മനസ്സിൽ പറഞ്ഞു പോയി. എമ്മല്ലേ, നിനക്ക് നാളെ ഓഫീസിൽ പോകണ്ടേ? അതുമല്ല പൂജയ്ക്ക് വയ്യാത്തതല്ലേ, എന്നാൽ നിങ്ങൾ പോയിക്കോന്നേ, ഷെബി ശ്യാമിനെ പറഞ്ഞു വിടാൻ നോക്കി. ഹേയ്, അവൾക്കൊരു വയ്യായികയില്ല, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോയിക്കോളാം. അതുമല്ല നിനക്കിവിടെ ബോറടിക്കരുതല്ലോ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളിപ്പോഴൊന്നും നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവില്ല. ശ്യാം ആ പറഞ്ഞത് കേട്ടതും ആദ്യം അവനൊരു ഹൈഫൈ കൊടുത്തതും ഷെബി അവരെ നോക്കി പല്ലിറുമ്മി. ഡഗോഗു, നീയും പോണില്ലേ? ഇത്തവണ ഷെബിയുടെ ടോൺ മാറി തുടങ്ങി. ഇല്ല, ഞാനിന്ന് ഇവിടെ തന്നെ കിടന്നാലോ എന്ന് ആലോചിക്കുക. ശരിയടാ, ഇവൻ്റെ ഫസ്റ്റ് നൈറ്റിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമുക്ക് 3 പേർക്കും ഇന്ന് ഇവൻ്റെ കൂടെ ഉറങ്ങിയാലോ? മിൻഹയുടെ കൂടെ ഇവൻ്റെ ജീവിതകാലം മുഴുവൻ ഉറങ്ങാലോ അല്ലേ? ഗോകുലിൻ്റെ വാക്കുകളെ പിന്താങ്ങിക്കൊണ്ട് ആദി പറഞ്ഞു. നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും എൻ്റെ ഫീലിങ്സ് എന്താടാ തെണ്ടികളെ മനസ്സിലാവാത്തത്? ഷെബി എല്ലാത്തിനെയും ദഹിപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു.
സോറി ബ്രോ, എനിക്കങ്ങനെയുള്ള ഫീലിങ്സോട് കൂടിയുള്ള ഫസ്റ്റ് നൈറ്റ് ഇല്ലായിരുന്നു. കല്യാണമേ ഇല്ലായിരുന്നു, പിന്നെയാ ഫസ്റ്റ് നൈറ്റ്. ആദ്യ ഭാവവ്യത്യാസം ഇല്ലാതെ പറഞ്ഞു. നിനക്ക് എന്തോന്ന് ഫസ്റ്റ് നൈറ്റ്? കോളേജിലെ ക്ലാസ് മുറികൾ ഓരോന്നും നിനക്ക് മണിയറായിരുന്നല്ലോ. എൻ്റെ അവസ്ഥ അങ്ങനെയാണോ? ഞാനൊന്ന് ശരിക്കും അവളെ നോക്കിയിട്ട് പോലുമില്ല. പിന്നെ ഇന്ന് മുഴുവൻ എന്തെടുക്കുമായിരുന്നു? അവളുടെ മുഖത്ത് നീ കണ്ണെടുക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഗോകുൽ പറഞ്ഞത് കേട്ടതും ഷെബീനെ ഇവരോട് വായിട്ടലച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി മിണ്ടാതിരുന്നു. സമയം പിന്നെയും കടന്നുപോയി. ശ്യാമും ഗോകുവും ആദ്യം ഫോണിൽ നോക്കി സോഫയിലൊരിടത്തിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നു. ഷെബിയാണെങ്കിൽ സോഫയുടെ മറ്റേ സൈഡിൽ താടിക്ക് കൈയും കൊടുത്ത് ക്ലോക്കിലെ സൂചിയുടെ ചലനം നോക്കിയിരിക്കുന്നുണ്ട്. അതിനിടയിൽ മൂന്നിനെയും നോക്കി പ്രാകുന്നുണ്ട്. അപ്പോഴേക്കും സമയം 12 മണി. പ്ലീസ് ഇനിയെങ്കിലും കെട്ടിയവന്മാരെയും കൂട്ടി ഒന്ന് പോയി തരുമോ? മിന്നു പൂജയോടും പ്രിയോടും പറഞ്ഞു. ഇതൊക്കെ ഇട്ട് ഞാൻ ആകെ മുഷിഞ്ഞു, പ്ലീസ്. മിന്നു ദയനീയമായി പറഞ്ഞു. നീ എന്താടി രാവിലെ ഇട്ട ഡ്രസ്സ് ഇതുവരെ മാറാഞ്ഞത്? പൂജ ചോദിച്ചു. അത് പിന്നെ ഷെബിക്ക. മിന്നു അത്രയും പറഞ്ഞു നിർത്തി. ഷെബിക്ക, ബാക്കി പറ മുത്തേ, ഞങ്ങൾ കേൾക്കട്ടെ. ഷെബിക്ക പറഞ്ഞു പിന്നെ മാറിയാൽ മതിയെന്ന്. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന നാണം ഇരുവരും നോക്കി കാണുകയായിരുന്നു. ഒടുവിൽ പൂജയും പ്രിയയും ചെന്ന് എങ്ങനെയൊക്കെയോ മൂന്നിനെയും പിടിച്ചു പുറത്താക്കി. ഇനി അവിടെ നിന്ന ചിലപ്പോൾ മിൻഹയുടെ പാപ്പ ഒലക്കെടുത്ത് തങ്ങളെ തലക്കടിച്ചെന്ന് വരാം എന്നൊരു പേടി ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും കൂടി സ്ഥലം കാലിയാക്കി. പാൽ ഗ്ലാസുമായി മുറിയിലേക്ക് വരുന്ന മിൻഹയെ കണ്ടതും ഷെബിയുടെ കണ്ണുകൾ വിടർന്നു. പാൽ ഗ്ലാസ് ഒരു ഭാഗത്ത് വെച്ച് മിന്നു ഡോറടിച്ച് തിരിഞ്ഞതും തൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഷെബിയെ കണ്ട് അവളൊന്ന് പതറിയെങ്കിലും പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് പുരികം പൊക്കി എന്താ എന്ന പോലെ ചോദിച്ചതും അവനൊന്നുമില്ലെന്ന പോലെ കണ്ണ് ചിമ്മി കാണിച്ചു. അന്നേരം അവൻ്റെ മുഖത്ത് വിരിയുന്ന ആ ചിരി കണ്ട് അവളുടെ ഹൃദയം പെരുമ്പറ മുഴക്കാൻ തുടങ്ങി. അവൻ കണ്ണിമ ചിമ്മാതെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ മിൻഹ ഉള്ളിൽ വിരിഞ്ഞ വെപ്രാളവും പരവേശവും മറച്ചു പിടിച്ചുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് തൻ്റെ തലയിലെ ദുപ്പട്ട അഴിച്ചെടുക്കാൻ നേരാണ് അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീഴുന്നത്. ആ നിമിഷം അവൾ അവനെ നോക്കി. അവൻ അവളുടെ തലയിലെ ഓർണമെൻറ്റ്സ് മുഴുവനും അഴിച്ചെടുത്തു. പിന്നീട് തലയിലെ ദുപ്പട്ടയും ഹിജാബും അഴിച്ചു മാറ്റി. എന്നും ഹിജാബിൽ മാത്രം കണ്ടിരുന്ന പെണ്ണിനെ അങ്ങനെ കണ്ടപ്പോൾ അവനൊന്ന് നോക്കിപ്പോയി. അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി കളഞ്ഞു. പിന്നിക്കെട്ടിയ മുടി അഴിച്ച് ഫ്രീയായി വിട്ടു. അവളുടെ മുടിയിലെ മനം മയക്കുന്ന ഗന്ധം ആഞ്ഞു ശ്വസിച്ചു. പിന്നീട് അവളെ കണ്ണാടിക്ക് അഭിമുഖമായി നിർത്തി അവളുടെ മുടി പിന്നിലേക്ക് മാടിയൊതുക്കി. അവളുടെ നെക്ലേസുകൾ ഓരോന്നും അഴിച്ചെടുത്തു. അവളുടെ വെളുത്ത പിൻകഴുത്തും സ്വർണ്ണ നിറമുള്ള രോമങ്ങളും കാണവേ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ്റെ ചുണ്ടുകൾ അവിടം അമർന്നതും ആ നിമിഷം അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പോയിരുന്നു. തൻ്റെ സാമീപ്യം അവളിലുണ്ടാക്കുന്ന മാറ്റം അവൻ കണ്ണാടിയിലൂടെ നോക്കി കാണുകയായിരുന്നു. പിന്നീട് ഇരുകൈയിലെ ബാംഗിൾസ്, ഹാൻഡ് ടോങ്, റിങ്സ് ഇതൊക്കെയും അഴിച്ചു മാറ്റി. മൈലാഞ്ചി അണിഞ്ഞ അവളുടെ ഇരു കൈയിലും ഒന്ന് തലോടി കുറച്ചു നേരം അവിടെ തന്നെ നോക്കി നിന്ന ശേഷം ഇരു കൈയിലും ചുണ്ടമർത്തി. അവളവൻ്റെ പ്രവർത്തികൾ ചെറുചിരിയാലെ നോക്കിയിരിപ്പാണ്. കുനിഞ്ഞിരുന്നു കൊണ്ട് അവൻ അവളുടെ മുൻവശം കവർ ചെയ്ത ദുപ്പട്ടയുടെ വയറിൻ്റെ ഭാഗത്തെ പിന്നഴിച്ചു മാറ്റിയതും അവളുടെ വയറൊക്കെ ചെറുതായി കാണാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകൾ അവളുടെ വെളുത്ത വയറിൽ ചെന്നുടക്കിയതും അവൻ പെട്ടെന്ന് നോട്ടം മാറ്റി. ആ നിമിഷം അവൾ ജാള്യതയോടെ പാവാട പൊക്കി വെക്കാൻ നോക്കിയതും അവൻ അവളുടെ കൈ പിടിച്ചു വെച്ചു. ഷോൾഡറിൻ്റെ ഭാഗത്തായുള്ള ദുപ്പട്ടയുടെ പിന്നഴിച്ചു മാറ്റി ദുപ്പട്ട മുഴുവനായും അഴിച്ചെടുത്ത് ഒരു വശത്ത് വെച്ചതും അവൾ അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ മിഴികൾ താഴ്ത്തി നിന്നു. അവളുടെ ആ നിൽപ്പ് കണ്ട് അവന് ചിരി വരാൻ തുടങ്ങി. അവൻ അവളുടെ താടി പിടിച്ചുയർത്തി അവളുടെ നെറുകയിൽ ചുണ്ടമർത്തിയതും അവൾ ആ ചുംബനം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. നിനക്ക് ഈ നാണൊക്കെയും വരുമല്ലേ? ഞാൻ കരുതി നീ ഇതൊന്നുമില്ലാത്ത സാധനമായിരിക്കുമെന്ന്. അത് കേട്ട മിന്നെ അവനെ കൂർപ്പിച്ചു നോക്കി. ഇങ്ങനെ നോക്കല്ല പെണ്ണേ, എൻ്റെ കൺട്രോൾ ചെറുതായി പോയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഡ്രസ്സ് മാറാതെ ഒന്നും പറ്റില്ല. അതുകൊണ്ടേ എൻ്റെ മിന്നൂസ് പോയി പെട്ടെന്ന് ഫ്രഷായി വാ. എന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കരുതേ. അത് കേട്ടതും അവളുടെ ശരീരം വിറപ്പൂണ്ടു. അവൾ അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കിയതും അവന് ചിരി വരാൻ തുടങ്ങി. ചെല്ല്, ഇതൊക്കെ മാറി ഫ്രഷായി എനിക്ക് കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വാ എന്നും പറഞ്ഞു അവളെ പറഞ്ഞു വിട്ടപ്പോൾ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ ചികഞ്ഞെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു മിൻഹയപ്പോൾ.